യെസ്, അങ്ങനെ ഫൈനലി ഗുഡ് ബാഡ് അഗ്ലി ഡയറക്റ്റഡ് ബൈ ആദിക് രവിചന്ദ്രൻ. പക്ക ഫാൻ ബോയ് പടം. ഒറ്റ വാക്കിൽ പറയാം, പക്ക ഫാൻ ബോയ് പടം. എൻ്റെ ഈ ഒരു കോലം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ തിയേറ്ററിൽ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. പക്ഷേ ഒരു ഡിസപ്പോയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൽ ഓഡിയൻസിൻ്റെ കൂടെയാണ് ഞാനിത് കണ്ടത്. അതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് തോന്നി. ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ നല്ല പയ്യന്മാരുമായിട്ട് ജാളിയായിട്ടൊക്കെ ഇരുന്ന് കാണണം. ഞാനും എൻ്റെ അനിയനും കൂടെയാണ് പോയത്. അങ്ങനെ എനിക്ക് സഹി കെട്ട് ഓരോ തുടക്കം കുറച്ച് സീനൊക്കെ ഉണ്ട്. അതൊക്കെ മറ്റേ ഗുഡ് ബൈ അഗ്ലി എന്നുള്ള ടൈറ്റിൽ ചെയ്ത് കാണിക്കുമ്പോൾ ഞാൻ കിടന്ന് അലറി വിളിച്ച് എണീറ്റൊക്കെ ഇരുന്ന് കയ്യടിയും ഡാൻസും ബഹളമായിരുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് നമുക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റൂല. അമ്മാതിരി തുള്ളാൻ പറ്റിയ ഒരുപാട് സീനുകളുണ്ട്. പാട്ടുണ്ട്. ഹോ, എന്നാവാം ഒരു എനിക്ക് അവൻ വന്നിട്ട് ചേട്ടാ വേണ്ട എന്നാൽ അവൻ ഡിസ്റ്റർബ് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ നോക്കും, നാണക്കേടാണെന്നൊക്കെ പറഞ്ഞു. എന്തിന് നാണക്കേട്? നമ്മൾ എൻജോയ് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ പോട്ടെന്ന് വെച്ച്. സത്യോടെ ഇതൊക്കെ ഫാൻ ഷോ മിസ് ചെയ്ത എന്നാണോ അടിയെ. അപ്പം അവരാരും ആലോചിച്ച് നോക്കും, തമിഴ്നാട്ടിലാണ് സത്യം. ഈ തമിഴ്നാട്ടിലൊക്കെ ഈ അടിപൊളിയായിട്ടായിരിക്കും അവന്മാരെ അവിടെ ആഘോഷിച്ചത്. തിയേറ്ററൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു അജിത്തിൻ്റെ ഒരു പക്ക പടം. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ആ മനുഷ്യൻ്റെ ഒരു മാസ് പടം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഏക്കയാണ്. നമ്മൾ വേതാളം, പിന്നെ മങ്കാത്ത, അങ്ങനെ ബില്ലാങ്ങാത്ത കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള കുറേ സിനിമകളൊന്നും വലിയ പഞ്ച് കിട്ടിയില്ല. പക്ഷേ ഇത് എല്ലാം ആദിക്ക് ഒക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. പുള്ളി എന്തു പറയാനാ, ആടിയിട്ടുണ്ട് അജിത്ത്. ഓക്കെ, പിന്നെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് ആദിക്ക് തന്നെയാണ്. ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് അഭിനന്ദൻ രാമാനുജൻ. എഡിറ്റ് ചെയ്തിരിക്കുന്നത് വിജയ് വേലിക്കുട്ടി. മ്യൂസിക് GV പ്രകാശ് കുമാർ. മോനെ എന്റെ എന്താ പറയുക, ഫാൻസിന് അടിപൊളി BGMs ഒക്കെ അതിനകത്തുണ്ട്. നിങ്ങൾക്ക് റിംഗ് ടൂണൊക്കെ തച്ച് വെച്ചോ. ഏത് നിമിഷവും അയാളങ്ങ് ഇറക്കി വിടും. അതിന് റിംഗ് ടൂൺ നിങ്ങൾക്ക് ഇടാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മാതിരി BGM ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കണം. പാട്ട് കൊള്ളാം. തിയേറ്ററിൽ നാശോടെ ഇതൊക്കെ നമ്മൾ സാധാ ഓഡിയൻസിൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരിത് കിട്ടൂല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. അതിൽ മാത്രമേ എനിക്ക് ഡിസപ്പോയിൻറ്റ് ആയിട്ട് തോന്നിയുള്ളൂ. കഥയൊന്നും വലിയ ഇതൊന്നും ഇല്ല. നമുക്ക് അജിത്തിൻ്റെ ഒരു ഷോ, അജിത്ത് ഷോ, അത്ര AK ഷോ. പിന്നെ തൃശ്യ, അർജുൻ ദാസ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഭു, പ്രസന്ന, പിന്നെ കാർത്തികേയ ദേവ്, മറ്റേ സലാറില, പിന്നെ പ്രിയയുണ്ട്, ജാക്കി ഷറഫ്, സിമ്രാൻ, ഷൈൻ ടോം ചാക്കോ, ഒരു ലോഡ് കാസ്റ്റ് ഉണ്ട് കേട്ടാ. അപ്പോൾ അതാണ് എനിക്ക് ഗുഡ് ബൈ അഗ്ലിയെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. മാസ് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. മറ്റേ കഥയും മറ്റേതും മറിച്ചതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങോട്ട് പോവേ വേണ്ട. നിങ്ങൾക്ക് ഡിസപ്പോയിൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത്തിരി റിലാക്സ് ചെയ്ത് ജാളിയായിട്ട് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ കാണണമെന്ന് തോന്നിയ ഗുഡ് ബൈ അഗ്ലി വിട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ നല്ല ലോക്കൽ തിയേറ്റർ സെലക്ട് ചെയ്ത് അതുപോലെ തന്നെ നല്ല പയ്യന്മാരുമായിട്ട് പോയി കാണണം. എൻ്റെ അനിയനെ പോലെ തന്നെ ചത്ത് കിടക്കുന്ന കൂട്ടുകാരന്മാരോടെ ഒന്നും പോയി കാണരുത്. നല്ല വൈബുള്ള കൂട്ടുകാരന്മാരുടെ, അനിയന്മാരോടെ ഒക്കെ പോയി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ശരിയെന്നാ.